കല്യാണം കളറാക്കി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എന്നാ ഇപ്പൊ ഞാൻ കണ്ടുട്ടോ, കളർഫുൾ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ തന്നെ, ഡ്രൈ ഐസും കോൾഡ് ഫയറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കല്യാണം. എവിടെയാന്നല്ലേ, ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് വടകരയ്ക്ക് അടുത്തുള്ള വില്യാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പതിവ് പോലെ റോഡിൽ ബ്ലോക്ക് ഒക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ എന്താണെന്നറിയില്ല, വളരെ പെട്ടെന്ന് തന്നെ കാലിക്കറ്റ് നിന്ന് വടകര എത്തിയിട്ടുണ്ടായിരുന്നു. കേറി ചെന്ന് നോക്കിയപ്പോ തന്നെ പന്തല് കണ്ടിട്ട് ഞാൻ ഞെട്ടി. 13 വർഷമായിട്ട് തലശ്ശേരി ക്യുസീനിൽ കേരളം മൊത്തം കാറ്ററിംഗ് നടത്തുന്ന മെസ്ലൈ ഈവന്റ്സ് ആണ് കേട്ടോ ഇത് നടത്തുന്നത്. പന്തലും ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം മെസ്ലൈ തന്നെയാണ് ചെയ്തത്. അപ്പൊ ഞാനാണെന്ന് തോന്നുന്നു ഇവിടെ ആദ്യം എത്തിയത്, വേറൊരാളെയും കണ്ടിട്ടില്ല. എല്ലാം കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ പന്തലൊന്ന് ചുറ്റി കറങ്ങിയിട്ട് നേരെ ഫുഡിന്റെ ഭാഗത്തേക്ക്, അതായത് പ്രിപ്പറേഷൻ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പന്തലിൽ കൂടെ നടക്കുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. ദാ ഈ സൈഡിൽ ടീ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ടീ, മുഹബത്ത് ടീ, ജിഞ്ചർ ലെമൺ, ലൈല മജ്നു, പെപ്പർ ടീ, പൈനാപ്പിൾ, ഇറാനിയൻ, സുലൈമാനി, വെറൈറ്റീസ് കുറച്ച് കൂടുതലാണ്. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് തുടങ്ങാം. ഇത് മീൻ പൊള്ളിക്കാനുള്ള മസാലയാണ് കേട്ടോ. ഇത് ഹൈദരാബാദി ബിരിയാണിക്കുള്ള ചിക്കൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരെങ്ങനെയാ അത് മീൻ പൊള്ളിക്കുന്നതെന്ന് നോക്കാം. പീസായിട്ടുള്ള മീന് ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് നേരെ വാഴന്റെ ഇലയിൽ വെച്ചിട്ട് മസാല നന്നായിട്ട് അങ്ങോട്ട് തേച്ചിട്ട് 4 മടക്കായിട്ട് മടക്കിയിട്ട് അവിടെ സെറ്റാക്കി വെക്കും. ഇനി ചൂടാക്കുന്ന പ്രക്രിയ ഉണ്ട്. എനിക്ക് തോന്നുന്നവർ ഇതെല്ലാം മടക്കി കഴിഞ്ഞിട്ടാണ് ചൂടാക്കുക എന്നുള്ളതാണ്. എന്നാൽ പിന്നെ നമുക്ക് അപ്പുറത്തെ കാഴ്ചകളിലേക്ക് പോവാം. അവിടെ നോക്കുകയാണെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന കൂടെ തന്നെ തൊട്ട സൈഡിൽ ഹരിയാലി കബാബ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലശ്ശേരി സ്റ്റൈൽ ഫുഡാണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യാറ്. ഡെക്കറേഷൻ വൈസും ഡൈനിങ് അറേഞ്ച്മെന്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എന്നാൽ പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങാം. ഗ്രില്ല് ചെയ്യുന്ന ഒരു സ്മെല്ലൊക്കെ ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറുക്കനും കൂട്ടരും ഒക്കെ വരാനായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അടുത്തത് ഫുൾ കോഴി പൊരിക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഫുൾ കോഴിയിൽ മസാലയൊക്കെ നന്നായി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ചിക്കൻ ലോലിപോപ്പ്. സ്റ്റാർട്ടറാണ്. ചിക്കൻ ലോലിപോപ്പ് മാത്രമല്ല, വേറെ പല ഐറ്റംസും സ്റ്റാർട്ടേഴ്സ് ആയിട്ട് സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മെയിൻ ഡിഷിലേക്കുള്ള കാട പൊരിച്ചതാണ്. ഇതിന്റെ സൈഡിൽ തന്നെ ചിക്കൻ പൊരിച്ചത് എണ്ണയിലേക്ക് ഇടാനുള്ള ഒരു പ്ലാൻ ഞാൻ അവിടെ കേൾക്കുന്നുണ്ട്. അതെ, എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടു. നന്നായിട്ട് മൊരിയുന്നൊരു സൗണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നീട് എന്റെ കൺഫ്യൂഷൻ ഈ ഒരു ചിക്കൻ പൊരിച്ചത് എങ്ങനെ കഴിക്കും എന്നുള്ളതായിരുന്നു. അപ്പൊ അവർ പറഞ്ഞത് ഒരു ടേബിളിലേക്ക് സെർവ് ചെയ്യും, പിന്നെ അവിടുന്ന് അവർ തന്നെ അത് പീസാക്കി കൊടുക്കുന്നുള്ള രീതിയിലാണ്. ഫുൾ ചിക്കന്റെ നല്ലൊരു ഗംഭീര സ്മെല്ല് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ കുറച്ച് കരിവേപ്പിലേക്ക് അങ്ങോട്ട് വെതറിയിട്ടാണ്ടല്ലോ സംഭവം വേറെ ലെവലാവും. ഇനിയിപ്പോ നോർമൽ ഫുഡാണ് വേണമെങ്കിൽ ചോറുണ്ട്, മീൻകറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, അവിയലുണ്ട്, ഉപ്പേരിയുണ്ട്, പപ്പടമുണ്ട്. അല്ലാത്ത ഡിഷിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സൂപ്പിലാണ് സ്റ്റാർട്ടിങ്. പിന്നെ സാലഡ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡെസേർട്ടിന്റെ ഏരിയയും വെൽ സെറ്റിൽഡ് ആണ്. ക്യാരറ്റ് ഹൽവ ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, പിന്നെ നമ്മുടെ കേക്ക്, പാസ്ട്രീസ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരാം. കേക്കിൽ തന്നെ 2-3 വെറൈറ്റീസ് ഒക്കെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ആയിട്ടില്ല, ഇനിയും കുറെ കാര്യങ്ങൾ വരാണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ടൈം കൊണ്ട് സൂപ്പിന്റെ അടുത്തേക്ക് ഒന്ന് പോവാം. സൂപ്പ് എന്ന് പറയുന്നത് ചിക്കൻ സൂപ്പാണ് കേട്ടോ. സൂപ്പ് കഴിച്ചിട്ട് മെയിൻ ഡിഷിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതൊരു ഐശ്വര്യം തന്നെയാണ്. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് മട്ടൻ ബിരിയാണി ഉണ്ട്, ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ട സൈഡിൽ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, കബാബ് ഉണ്ട്. ഈ റോ മാംഗോ സാലഡ് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. പിന്നെ ഫുൾ കോഴി ചിക്കൻ ഫൈനലി പ്രസന്റേഷൻ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല ആഡംബരമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ അപ്പുറത്തൊക്കെ വെച്ചിട്ട്. പിന്നെ മീൻ പൊള്ളിച്ചോണ്ടിരിക്കുന്നുണ്ട്. മീൻ പൊള്ളിക്കുന്നതിൽ തന്നെ വാഴയിലേന്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ആ ഏരിയയിൽ നന്നായിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത് ഫൈനലി പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയായിരിക്കും. എല്ലാം ഒരു സൈഡിൽ ലൈവായിട്ട് നടക്കുന്നുണ്ട്, മറ്റേ സൈഡിലാണെങ്കിൽ അറേഞ്ച്മെന്റും ലെവലായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പം ടേബിളിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹമ്മോസും സാലഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓരോ ഐറ്റംസ് ആയിട്ട് ടേബിളിന്റെ മുകളിലേക്ക് വരും. ഇതൊരു ടേബിളിന്റെ മുകളിലേക്കുള്ള കാട പൊരിച്ചതാണ്. ഇതിന് പിന്നാലെ തന്നെ ചിക്കൻ പൊരിച്ചത് വരും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരും. എന്തായാലും ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല, ചെറിയൊരു ചടങ്ങുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡിലേക്ക് കിടക്കാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഈ പരിപാടിയൊക്കെ ഒന്ന് കാണാം. സംഭവം എന്തായാലും കോൾഡ് ഫെയർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, 4 എണ്ണം കൊടുത്തത്. ഇപ്പൊ ടേബിളൊക്കെ സെറ്റാണ്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ചടങ്ങ് കഴിഞ്ഞാൽ ഭക്ഷണം തുടങ്ങാനുള്ളൊരു പ്ലാനിലാണ്. ബീഫ് കൊണ്ടാട്ടം ഇത് കണ്ടിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന നല്ലൊരു കിടിലൻ ബീഫ് ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ടേബിളിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കബാബും ടിക്കിയും, പിന്നെ ഇത് മട്ടൻ മന്തിയാണ് കേട്ടോ, മട്ടൻ റാൻ മന്തി. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ കട്ട് ഫ്രൂട്ട്സ്, അതും സാധാ ഫ്രൂട്ട്സ് ഒന്നല്ല, ഏതൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ ഒക്കെ ഉണ്ട്. പിന്നെ കുനാഫി ഉണ്ട്. ഇത് ക്ലെയർ മിക്സ് ആണ് കേട്ടോ, ഇതും സംഭവം ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പുഡിംഗ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. കുനാഫ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ മുറിച്ച് വെച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ നേരത്തെ കണ്ട പേസ്ട്രീസിന്റെ മുകളിലേക്ക് വേറെ കുറെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ക്രീം ഷഹാറി ഒക്കെ ഉണ്ട്. അയ്യവ, ഞാൻ നോക്കി നിൽക്കായിരുന്നു എവിടെ പോയി ഈ സാധനം എന്നുള്ളത്. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ ഒക്കെ. ഇത് ഫലൂഡ ഉണ്ട്. ഫലൂഡ തന്നെ സ്പോട്ടിൽ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. അതൊരു കിഡ്ലൻ ഐറ്റം തന്നെയാണ്. മട്ടൺ റാൻ. പൊളി ഐറ്റം തന്നെയല്ലേ? മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്. പിന്നെതാ മീനുണ്ട് പൊരിക്കാനുള്ളത്. ഇവിടെ തന്നെ 2 ഇവന്റ് അടുപ്പിച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള ഡൈനിങ് അറേഞ്ച്മെന്റ് ആണ് ഇത് വരുന്നത്. അതിലേക്കുള്ളതാണ് ഈ ഫിഷും പിന്നെ ഈ മട്ടൺ റാനും ഒക്കെ. പിന്നെ ഞാൻ ഇവിടുത്തെ ഷെഫിനോട് ചോദിച്ചപ്പം ഷെഫ് പറഞ്ഞു തലശ്ശേരി സ്പെഷ്യൽ ആയിട്ട് ഒരു കിടിലൻ ഐറ്റം ഉണ്ടെന്നുള്ളത്. അതെന്താ നോക്കിയപ്പോഴാണ് ഇതാ ഈ ഒരു മുട്ട സുർക്ക, അതായത് പത്തിരിപ്പൊടിയും പൊന്നി അരിയും കൂടെ അരച്ചിട്ട് മുട്ട ചേർത്തുണ്ടാക്കുന്ന ഒരു ഐറ്റം. ഈ പരിപാടിക്കും ഒരു ഫുൾ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്. എന്തായാലും ഫുഡിന്റെ കാര്യമാണെങ്കിലും സർവീസിന്റെ കാര്യമാണെങ്കിലും ഇനിയിപ്പം ഡെക്കറേഷന്റെ കാര്യമാണെങ്കിലും മെസ്ലൈ ഈവൻസ് സംഭവം കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് ഇനിയും നല്ല അടിപൊളി കല്യാണം വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതും കളർ കല്യാണ വിശേഷങ്ങൾ കേട്ടോ. എന്തായാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.